ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വളരെ ഡിഫറെൻ്റ് ആയ രീതിയിൽ പ്രോൺസ് ഫ്രൈ ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. സാധാരണ രീതിയിൽ വറക്കുന്നത് പോലെയല്ല ഞാനിവിടെ ഫ്രൈ ചെയ്തിട്ടുള്ളത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ. ഇതിലേക്ക് ഞാൻ ഒരു കുടം വെളുത്തുള്ളിയാണ് ഉപയോഗിക്കുന്നത്. അത്ര തന്നെ ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട്. ഒരേ അളവിനാണ് ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ചതച്ച് പേസ്റ്റാക്കി വെക്കാം. നന്നായിട്ട് ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാൻ എടുക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ 1 ടീസ്പൂൺ നല്ല എരിവുള്ള കശ്മീരി ചില്ലി പൗഡറാണ്. എരിവും ഉണ്ട് കളറും ഉണ്ട് ഇതിന്, അതുകൊണ്ട് നമുക്ക് ഒരുപാടൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇതൊരു 1/2 കിലോൻ്റെ തൊട്ട് താഴെയുള്ള അളവിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. കറക്റ്റായിട്ട് പറയാനായിട്ട് നമ്മൾ അറിയില്ല. അപ്പോൾ 1/2 കിലോ ഇല്ല, അതിൻ്റെ തൊട്ട് താഴെയുള്ള അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലോണം ക്ലീനാക്കി വെച്ചതാണ്. ക്ലീനാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രോൺസിൻ്റെ മുതുകത്തുള്ള ആ നെർവ് കളഞ്ഞിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. അത് പ്രത്യേകം എടുത്തു പറയുന്നതിൻ്റെ കാരണം ഒരുപാട് പേർക്ക് അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുന്നത് ആ ഒരു ഞരമ്പ് കളയാത്തതുകൊണ്ടാണ്. പിന്നെ ഞാൻ എടുക്കുന്നത് ഈർക്കിലിയാണ്. നിങ്ങൾക്ക് സ്ക്യൂവർ ഉണ്ടെങ്കിൽ, അതായത് മരത്തിൻ്റെ സ്ക്യൂവർ ഉണ്ടെങ്കിൽ അതാണെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ ഈർക്കിലിയാണ് എടുക്കുന്നത്. പച്ച ഈർക്കിലിയാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഓരോ പ്രോൺസായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈർക്കിലിയാണ് കുത്തി കൊടുക്കുന്നത്. ഇത് പച്ച ഈർക്കിലിയല്ല, എന്നാൽ ഒട്ടും ഭയങ്കരമായിട്ട് ഉണങ്ങിയിട്ടുള്ള ഈർക്കിലിയല്ല. അത് ഞാനൊരു 10 മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ്. പച്ച ഈർക്കിലിയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇനി വുഡൻ സ്ക്യൂവർ ഉണ്ടെങ്കിൽ അതിലാണെങ്കിലും ടൂത്ത് പിക്ക് വെച്ചിട്ടാണെങ്കിലും ഇത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ഞാൻ ഓരോ പ്രോൺസും ഞാനിങ്ങനെ ഈ ഒരു ഈർക്കിലിയിൽ കുത്തിയിട്ട് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. പ്രോൺസ് എല്ലാം ഞാൻ ഈർക്കിലിയിൽ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയിലൊന്ന് പുരട്ടി വെക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മസാല കുറച്ചുകൂടി ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് പുരട്ടി കൊടുക്കുവാണ്. ഞാനിപ്പോൾ ഈർക്കിലിയിൽ ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് താല്പര്യമില്ലാത്തവരാണെങ്കിൽ നന്നായിട്ട് മസാല പുരട്ടി ഞാൻ പറയുന്ന പ്രൊസീജിയറിൽ വറുത്തെടുക്കാനായിട്ട് പറ്റും. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈർക്കിലിയുടെ മുകളിൽ ഇതുപോലെ ചെയ്തിട്ട് വറക്കുന്നത്. അപ്പോൾ ഇത് നിർബന്ധമുള്ള സ്റ്റെപ്പല്ല, കാരണം നമ്മൾ സാധാരണ പ്രോൺസ് വറക്കുമ്പോൾ ചുരുണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രോൺസ് ചുരുണ്ട് പോകാനൊന്നും സാധ്യതയില്ല, നേരെ തന്നെ കിട്ടും. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. അതുപോലെ തന്നെ ഈർക്കിലിയിൽ കുത്തുന്നതിന് മുൻപ് നമ്മൾ മസാല പുരട്ടി വയ്ക്കുകയാണെങ്കിൽ പിന്നീട് ഈർക്കിലി കോർക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ മസാല പറ്റി പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണ്. അതിൻ്റെ സ്മെല്ലും കയ്യിൽ എരിവൊക്കെ ആവും, കാരണം കുറച്ച് സമയം എടുക്കുമല്ലോ നമ്മളിതുപോലെ ഈർക്കിലിയിൽ കുത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മസാല പുരട്ടി ഒരു 10 മിനിറ്റ് ഞാൻ മാറ്റി വയ്ക്കാൻ പോവാണ്. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്രെഡ് ക്രംസ് ആണ്. അതിലേക്ക് കുറച്ച് കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് 4 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഉപ്പ് വേണ്ടവർക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു കോഴിമുട്ട ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഈ ബ്രെഡ് ക്രംസിലേക്ക് കോട്ട് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ ഓരോ പ്രോൺസ് ആയിട്ട് എടുത്ത് മുട്ടയിൽ മുക്കുവാണ്. എന്നിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിലേക്ക് റോൾ ചെയ്തെടുക്കുവാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ആദ്യം മുട്ടയിൽ മുക്കി പിന്നെ ബ്രെഡ് ക്രംസ് അതിലേക്ക് ഇട്ടിട്ട് റോൾ ചെയ്തെടുക്കുവാണ്. വളരെ സിമ്പിളാണ് കേട്ടോ, കാരണം നമ്മുടെ കയ്യിലൊന്നും ഒട്ടും തന്നെ മുട്ടയോ അല്ലെങ്കിൽ ബ്രെഡ് ക്രംസോ ഒന്നും തന്നെ ആവില്ല. വളരെ സിമ്പിളായിട്ടുള്ള പ്രൊസീജിയറാണ്. ഇങ്ങനെ നമ്മൾ ഈർക്കിലിയിൽ കുത്തി ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറ്റുന്നത് കേട്ടോ. കാരണം നമ്മൾ സാധാരണ മെത്തേഡാണെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ഒരുപാട് ഒട്ടിപ്പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ആയിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം. അപ്പോൾ നമുക്ക് എല്ലാ പ്രോൺസും ഇതുപോലെ തന്നെ കോട്ട് ചെയ്തെടുക്കാം. പിന്നെ പ്രോൺസ് കുക്ക് ചെയ്യാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട. അതുപോലെ മാരിനേറ്റ് ചെയ്യാൻ വെക്കുമ്പോഴും ഒരുപാട് സമയം നമുക്ക് വേണ്ട. നമുക്കിനി പ്രോൺസ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ലോണം ചൂടായ എണ്ണയിലിട്ടിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കാരണം പ്രോൺസ് പെട്ടെന്ന് വേവുന്ന ഒരു ഫിഷ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേരം നമ്മൾ കുക്ക് ചെയ്തെടുത്താൽ അത് റബ്ബറി ആയി പോവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്താൽ മതി. പ്രോൺസ് എല്ലാം ഒരു സൈഡ് നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് ഡീപ്പ് ഫ്രൈ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ 2 സൈഡും ഒരുപോലെ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ പ്രോൺസ് ഫ്രൈ ചെയ്തെടുക്കാൻ ഒരുപാട് സമയം വേണ്ട. കാരണം ഒരു 5 മിനിറ്റ് ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. കാരണം എന്താ വെച്ചാൽ നമ്മൾ ലോ ഫ്ലെയിമിലൊക്കെ ഇട്ട് കൊടുത്താൽ
അത് വല്ലാതെ നമ്മുടെ കോട്ടിങ്ങൊക്കെ നനഞ്ഞ പോലെ ആയിപ്പോൾ അത്രയും ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അപ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിതുപോലെ ഫ്രൈ ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ പ്രോൺസൊക്കെ ഓവർ കുക്കായിട്ട് പോവില്ല. പ്രോൺസ് ഓവർ കുക്കായി കഴിഞ്ഞാൽ ടേസ്റ്റ് ഒരു റബ്ബറിൻ്റെ ടേസ്റ്റ്, നല്ല റബ്ബറി എഫക്റ്റിലാണ് കിട്ടുക. ശരിക്കും നല്ല സോഫ്റ്റ് ആൻഡ് ടെൻഡറായിട്ട് കിട്ടണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് സമയം എടുത്തിട്ടില്ല, ആകെ 5 മിനിറ്റ് എടുത്തിട്ടുള്ളൂ 2 സൈഡും വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ക്രിസ്പി ആയിട്ടാണ് നമ്മളിത് വറുത്തെടുത്തിട്ടുള്ളത്. നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്, അകം നല്ല സോഫ്റ്റായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് മാറ്റാം. ഇനി അടുത്ത സെക്ഷൻ നമുക്കിതിലേക്ക് ഇടാം. അപ്പോൾ പ്രോൺസൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത ബാച്ച് പ്രോൺസും കൂടി ഞാൻ ഇട്ട് വറുത്തെടുക്കുവാണ്. അപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ പ്രോൺസ് എല്ലാം ഫ്രൈ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ക്രിസ്പി ആയിട്ടാണ് നമ്മുടെ ഔട്ടർ കവറിങ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റിക്കിൽ നിന്ന് മാറ്റിയിട്ടുള്ളത്. വളരെ സോഫ്റ്റാണ് അകംഭാഗം, പുറമേക്ക് നല്ല ക്രിസ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് ഇനി നമുക്ക് കാണാം.